പുണ്യനബി തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബിയെ 3 തവണ കള്ളു കുടിച്ചതിന് അടികൊടുത്ത് ശിക്ഷ വരിച്ചു പോവുകയാണ്. മദ്യപാനത്തിന്റെ ശിക്ഷ വാങ്ങി പോകുമ്പോ 40 അടിയോ 30 അടിയോ എത്രയാണ് ഹദ്ദ് എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ മനുഷ്യൻ ഹജ്ജ് വാങ്ങി ശിക്ഷ വാങ്ങിച്ച് തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഒരു സ്വഹാബി നബി തങ്ങൾ കേൾക്കേ പറഞ്ഞത്, അല്ലാഹു ഈ മനുഷ്യനെ ശപിക്കട്ടെ, എത്ര തവണയാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് അടി വാങ്ങിച്ചു പോകുന്നത്. എന്തിനാണ് കള്ളു കുടിച്ചതിന്? ആ പറഞ്ഞ സ്വഹാബിയെ കുറ്റം പറയാൻ പറ്റുമോ? കള്ളു കുടിച്ചതിനാണ് അദ്ദേഹം പറഞ്ഞത്, തിന്മ ചെയ്തതിനാണ് പറഞ്ഞത്. ഒരു വട്ടം ചെയ്തു, തിന്മയുടെ ശിക്ഷ വാങ്ങിച്ചു പോയി. വീണ്ടും കള്ളു കുടിച്ചു, വീണ്ടും ശിക്ഷ വരിച്ചു. 3 തവണയായി. 4ാമത്തെ തവണയാണ് പറയുന്നത്, അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അയാളെ ദൂരെയാക്കട്ടെ എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. റസൂലുള്ളാഹി തങ്ങൾ എന്താണ് പറഞ്ഞതെന്നറിയുമോ? ലാ തുഈനു അലൈഹി ശൈത്വാൻ, പിശാചിനെ നിങ്ങൾ അയാളുടെ മേൽ സഹായിക്കുകയാണോ? അല്ലാഹു ഇയാളെ നാണം കെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ, അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് ഇയാൾ ദൂരെയാവട്ടെ എന്ന് പറഞ്ഞാൽ, പിന്നെ ആരുടെ സംരക്ഷണത്തിലേക്കാണ് ഇവൻ പോകുന്നത്? ആരുടെ സംരക്ഷണത്തിലേക്കാ? അള്ളാഹു ഒഴിവാക്കിയ പിന്നെ ആരാ? പിശാച്, ഇബ്ലീസ്, ശയാത്വീൻ. അള്ളാഹു ഇവനെ നാണം കെടുത്തട്ടെ എന്ന് നിങ്ങൾ പറയുമ്പോ പിശാച് അവനെ ഏറ്റെടുക്കട്ടെ എന്നല്ലേ ആ പറഞ്ഞതിന്റെ ഒരു മറുവശം? ലാ തുഈനു അലാ അഖീകും ശൈത്വാൻ, നിങ്ങളുടെ കൂട്ടുകാരന്റെ മീതെ പിശാചിന് ചാരി നിൽക്കാൻ അവസരം കൊടുക്കല്ലേ. വമാ അഅലമു, ഇനിയാണ് മനസ്സിലാക്കേണ്ടത്. വമാ അഅലമു ആരെക്കുറിച്ചായി പറഞ്ഞറിയോ? 3 തവണ 4 തവണ കള്ളു കുടിച്ച് ശിക്ഷ വാങ്ങിപ്പോന്ന ആള്. അവർ ഇസ്ലാമിലേക്ക് അടുത്ത് വന്നതാ. അപ്പൊ ചില ശീലങ്ങൾ ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഖരീബു അഹദിൻ ബിൽ ഇസ്ലാം, ചില ആളുകൾ മുസ്ലിമായിട്ടേ ഉള്ളൂ, ഇന്നലെ വരെ കള്ളുകുടിയനാണ്, പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായതാണ്. അപ്പൊ അവർക്ക് വിഷമുണ്ടാവും ചിലപ്പോ ആ ഒരു ബാഡ് ഹാബിറ്റ് ക്വിറ്റ് ചെയ്യാൻ. അങ്ങനെ സംഭവിച്ചതാണത്. പക്ഷേ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ വാക്കറിയുമോ? വമാ അഅലമു, ഈ മനുഷ്യനെ കുറിച്ച് എനിക്കറിയുന്നത്. അതാണ് അള്ളാഹിന്റെ റസൂലിന്റെ പ്രത്യേകത. അതാണ് ഹബീബിന്റെ മാതൃകയാണ് നമ്മുടെ മാതൃക. നമ്മുടെ ഈഗോ ആവരുത് നമ്മുടെ മാതൃക. നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾ ആവരുത് നമ്മുടെ മാതൃക. നമ്മുടെ മാതൃക ഉസ്വത്തു റസൂലില്ലാഹ് വസ്വഹാബത്തി റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ ദീനിന്റെ സ്വഹാബിമാരും അഷ്റഫുൽ ഖൽഖും അഇമ്മത്തുകളും പഠിപ്പിച്ച ഒരു മാതൃകയുണ്ട്. ആ മാതൃകയിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അപ്പോഴേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മൾ ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹത്തിന്റെ അടിമകളായി മാറും. ഹവൻ മുത്തബ വഇജാബു കുല്ലി ഇംറിഇൻ ബിറഅയി. ഓരോരുത്തരും അവനവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഓരോരുത്തരും അവനവന്റെ അഭിപ്രായം, അവനവന്റെ കമന്റ്, അവനവൻ പറയുന്നത് ഇതുമാത്രമാണ് ശരിയെന്ന് അഭിമാനം നടിക്കുകയും പുളകം കൊള്ളുകയും ചെയ്യുന്ന കാലം ഈ ഉമ്മത്തിന് വരുന്ന പരീക്ഷണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹവൻ മുത്തബ. പുണ്യ നബി പറഞ്ഞ വാക്കറിയണേ. കള്ളുകുടിയനായൊരു മനുഷ്യനെ സ്വഹാബിമാർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ ദൂരെയാവട്ടെ എന്ന് പറഞ്ഞപ്പോ വമാ അഅലമു, ഈ മനുഷ്യനെ കുറിച്ച് എനിക്കറിയുന്നത് നിങ്ങൾക്കറിയുമോ സ്വഹാബ? അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഇവൻ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഹുബ്ബുള്ള സ്വഹാബിയാണ്. നിങ്ങൾക്കത് അറിയുമോ? അവന്റെ മനസ്സിൽ ഹുബ്ബുണ്ട്, അവൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ അവനെ പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണോ? അതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ആ മനുഷ്യനെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത്? ഈ മനുഷ്യൻ ഞാൻ അറിയുന്നത്, നബി തങ്ങൾ പറഞ്ഞ വാക്ക്, ആ മനുഷ്യന്റെ നന്മയാണ്, ഒരു മനുഷ്യന്റെ ഗുണമാണ്. ഒരു മനുഷ്യന്റെ തിന്മകൾ വിരലിലെണ്ണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഖൈറാൻ. വിരലിലെണ്ണിയാലും തീരാത്ത അത്ര തെറ്റുകൾ ഉണ്ടെങ്കിലല്ലേ ഒരു മനുഷ്യനെ പറ്റി നമ്മൾ ഫാസിഖ് എന്ന് പറയാവൂ, അല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കാവൂ. അല്ലെങ്കിൽ അവര് മുഅ്മിനാൻ. കുല്ലു ബിനി ആദമ ഖത്വാഊൻ, ആദം നബിയുടെ മക്കളെല്ലാം കുല്ലു ബിനി ആദമ ഖത്വാ, എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. വഖൈറുൽ ഖത്വാഈന തവ്വാബൂൻ, അതിനാണ് അല്ലാഹു തൗബ വെച്ചത്. അതിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല ആദം നബിയുടെ മക്കൾ ചെയ്തു പോയ തെറ്റുകൾക്ക് തൗബ ചെയ്യുന്നവരാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? തൗബ ചെയ്യണമെങ്കിൽ അവിടെ തെറ്റിന്റെ ഓപ്ഷൻ വേണം.
തെറ്റുണ്ടെങ്കിലല്ലേ തൗബ ചെയ്യാൻ പറ്റുള്ളൂ. തെറ്റുള്ള ആളുകൾക്കല്ലേ തൗബയുള്ളൂ. തൗബ ചെയ്യുന്ന ആളുകളാണ് ആദം നബിയുടെ മക്കളിൽ, തെറ്റ് ചെയ്യുന്ന മക്കളിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. ഹബീബായ നബി തങ്ങൾ ആ സ്വഹാബിയെ പറ്റി പറഞ്ഞ വാക്ക്, ഞാൻ അറിയുന്നത് അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്, ഇത് ഹബീബിന്റെ ഏറ്റവും മനോഹരമായ സ്വഭാവ ഗുണമാണ്. ഒരു വസ്തുവിലെ ഒരു അര ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ഈ ഗ്ലാസ്സിലേക്ക് നോക്കിയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൽ അര ഗ്ലാസ് വെള്ളമില്ല എന്ന് പറയുന്നത് മുനാഫിഖാണ്. നേരെ മറിച്ച് ഇതിൽ അര ഗ്ലാസ് വെള്ളമുണ്ട്, ബാക്കി അര അതിൽ കാലിയുണ്ട്, പക്ഷെ ഉള്ള നന്മ പറയണം. അത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. ഇതാണ് ഇസ്ലാം. ഇത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. ക്രിട്ടിസൈസ് ചെയ്യുക വലിയ രസമുള്ള സംഭവമാണ്. ഒരാളെ കുറ്റം ഇങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. CCTV വെക്കുന്ന പോലെ ഓരോ മനുഷ്യന്മാരിലേക്ക് ഇങ്ങനെ ക്യാമറ വെച്ച് ഇങ്ങനെ ഓരോരുത്തരുടെയും കുറ്റം ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുക. ആരായി നോക്കുന്ന ആള്? മലക്കാണോ? ഇതേപോലെ അതിലേറെയോ തെറ്റ് ചെയ്യുന്ന വേറെ ഒരാൾ. എന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക, എന്നിട്ട് വിമർശിക്കുക, ആക്ഷേപിക്കുക, നാണം കെടുത്തുക. ലൈസ ഹാദാ മിനൽ ഇസ്ലാമി ബിശൈ. ഇർജിഉ ഇലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാച് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകരുത്. അള്ളാഹു നമ്മളെ കൈപിടിക്കണം.